യു ആർ സമൺ ലൈക്ക് ഹു ആക്ച്വലി ചേഞ്ച്ഡ് യുവർ നെയിം അല്ലെ? 2 തവണ പേര് മാറ്റിയത് വിശാൽ ശിവപ്രഭു. എനിക്ക് ആ പേര് മറ്റേ മറ്റേ ഇപ്പായിരുന്നു നിങ്ങൾക്ക് പറയുന്ന ഒരു വിശാൽ പ്രഭു ജഗന്നാഥ ഗുരു എന്താണ് ഹേ പ്രഭു ഹരിരാമകൃഷ്ണ ജഗന്നാഥ ദേവാനന്ദ് എന്ന് പറഞ്ഞ് വിളിക്കുകയായിരുന്നു. അപ്പം വലിയ വീടുകളൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അവിടെ നിന്ന് ഇപ്പൊ വീണ്ടും നമ്മളുടെ ഈ സാധനത്തിലേക്ക് കാർത്തിക് ശങ്കറിലേക്ക് വന്നു. അപ്പൊ പൊതുവെ നമ്മുടെ പേര് എന്ന് പറയുന്ന ഒരു സാധനം ഒരു ഐഡന്റിറ്റി ആണല്ലോ. കണക്റ്റഡ് ടു ദാറ്റ് എനിക്കൊരു ക്വസ്റ്റൻ ഉണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ വീട്ടുകാർ പലരും പല പേരുകൾ ഇടുന്നുണ്ട്. ലൈക്ക് ഐ ഹാവ് സീൻ കിഡ്സ് വിത്ത് നെയിംസ് രാവണൻ, ശൂർപ്പണഖ, ഹനുമാൻ എന്ന പേരാണ് കുട്ടികളെ എനിക്കറിയാം. അപ്പോൾ പേരിടുന്ന ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു ഫസ്റ്റ് ഐഡന്റിറ്റി ആയിട്ട് മാറുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഒരു പേര്. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം നമ്മൾ പേര് മാറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫ്രൗണിങ്ങും ഉണ്ടാവാറുണ്ട്. ഇതിനെ പേര് മാറ്റി അതിൽ നിങ്ങൾക്ക് വിശ്വസിച്ചിടുന്നല്ല. ഹൗ ഡു യു സീൻ ദിസ് ഹോൾ സിനാരിയോസ്? ഇല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ പേര് മാറ്റിക്കൊണ്ട് എനിക്ക് അതിനെ പറ്റി പറയാൻ പറ്റും. കാരണം എൻ്റെ ഒരു പേഴ്സണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശരിക്കുള്ള പേര് റെക്കോർഡിക്കൽ നെയിം എന്ന് പറയുന്നത് ജയശങ്കർ. ജയശങ്കർ എന്നാണ് എൻ്റെ ശരിക്കുള്ള പേര്. എൻ്റെ ശരിക്കുള്ള പേരെന്ന് വെച്ചാൽ ജയശങ്കർ എന്നാണ് റെക്കോർഡിക്കൽ നെയിം. പക്ഷെ ഞാൻ സിനിമയിലേക്ക് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് വന്നത്. ഞാൻ രാജസേന സാറിൻ്റെ അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിന്ന സമയത്താണ് ഞാൻ അതിലേക്ക് കയറുമ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞ് ന്യൂമറോളജി ഒക്കെ നോക്കിയിട്ട് എൻ്റെ പേര് മാറ്റിയിട്ടാണ് വിശാൽ എന്നുള്ള പേര് അത് അങ്ങനെ ചെയ്തത്. പക്ഷെ ആ വിശാൽ എന്നുള്ള പേരിൽ ഞാൻ എൻ്റെ ബിഗിനിങ് വർക്ക്സ് എല്ലാം അതിലായിരുന്നു, ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്നില്ല. അപ്പോൾ അത് എൻ്റെ പ്രശ്നം വെച്ചാൽ വിശാൽ ശിവപ്രഭു എന്നുള്ള പേര് വന്നപ്പോൾ ഒന്ന് ഞാൻ നോർത്തിലുള്ള ആരുമാണെന്നൊരു സംശയം വന്നു. പിന്നെ ഇത് മൂന്ന് പേരാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു അന്ന് ഇത്ര അങ്ങ് ഫേമസ് ആയിട്ടില്ല ഈ സോഷ്യൽ മീഡിയ ഒന്നും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പേര് ഇതെന്താ വേറെ നോർത്തിലുള്ള ആളാന്നൊക്കെ വിചാരിച്ചു. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതൊക്കെ വന്നപ്പോൾ പതിയെ ബാക്ക് ടു നോർമൽ നമ്മുടെ പേര് തന്നെ ജയശങ്കർ എന്നുള്ള പേര് തന്നെ എടുക്കാം എന്ന് പറഞ്ഞിരുന്ന സമയത്ത് നമ്മുടെ ഒരു വളരെ അച്ഛൻ്റെ ഒരു അടുത്ത സുഹൃത്ത് നമുക്കിങ്ങനെ നീ എന്തായാലും പേര് മാറ്റി പിന്നെ ഇങ്ങനെ ഒരു സാധനം വെച്ചു. പിന്നെ ഇതിലൊന്നും നോക്കില്ല, ഓക്കെ എന്നാ പിന്നെ അങ്ങനെ വെച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ഇട്ടൊരു ഇതാണ്. ബട്ട് ആ പേരിന്റെ അല്ല. ബട്ട് ആദ്യമൊക്കെ നമുക്ക് കുറെ പേരെടുത്ത ആ ഒരു ഫേസസ് ഉണ്ടല്ലോ. ആദ്യം നമ്മൾ ജയശങ്കർ ആയിരുന്നു, പിന്നെ ആരോടെങ്കിലും പേര് വെക്കുമ്പോൾ വിശാൽ ശിവപ്രഭു എന്ന് പറയും. കുറച്ച് കാലം കഴിഞ്ഞ് അടുത്ത ആളുടെ അടുത്ത് നമ്മൾ പേര് പറയുമ്പോൾ നമ്മൾ പോയി പറയുന്നു കാർത്തിക് ശങ്കർ. അപ്പൊ എവിടെയെങ്കിലും ഒക്കെ നമുക്കൊരു നമ്മളുടെ അടുത്ത് തന്നെ പേഴ്സണലി ഈ ഒരു സാധനം തോന്നാറുണ്ടോ? വൈ ഐ ആം സോ ക്യൂരിയസ് അബൌട്ട് ദിസ് പേഴ്സൺ. ശരിക്കും ഞാൻ എന്റെ പേര് നിങ്ങളുടെ പറഞ്ഞത് ദക്ഷ എന്നാണ്. പക്ഷെ ശരിക്കും എന്റെ വീട്ടുകാർ രാവിലെ ഉറക്കണീറ്റ് എനിക്ക് കിട്ടുന്ന പേര് മാളു എന്നാണ്. എന്നിട്ട് എന്റെ വീട്ടിലെ പട്ടിക്ക് അവരിട്ട് കൊടുത്തു സർ മാർഷൽ എറിക്സൺ എന്നാണ്. ശരിയല്ലോ? അപ്പൊ ഞാൻ തന്നെ എനിക്കിട്ട് മാറ്റിയ പേരാണ് ദക്ഷ രവീന്ദ്രൻ. അപ്പം ഇപ്പോഴും എനിക്കറിയാം പലരിടത്തും ഞാൻ പോയി പറയുമ്പോൾ മാളു വരണോ ദക്ഷ വരണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ പലയിടങ്ങളിൽ ഉണ്ടാവാറുണ്ട്, പ്രത്യേകിച്ച് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഫ്രണ്ട്സിന്റെ. അപ്പം അവിടെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് എവിടെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം അങ്ങനെയില്ല. ഇപ്പൊ ഞാനതൊരു സ്ട്രോങ് ഡിസിഷൻ ആണ്. ഇപ്പം എന്റെ റെക്കോർഡിക്കൽ നെയിം എന്ന് പറയുന്ന ആ തരത്തിലുള്ള ഇപ്പൊ എയർപോർട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാത്രമേ ഞാൻ എന്റെ ജയശങ്കർ എന്നുള്ള പേര് ഞാൻ പറയാറുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം എന്റെ കാർത്തിക് ശങ്കർ എന്നുള്ള പേര് തന്നെയാണ്. പിന്നെ അവിടെ നമ്മളെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് മറ്റുള്ളവർക്കാണ് നമ്മുടെ പേര് ചേഞ്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ. ഇതിങ്ങനെ ചേഞ്ച് ചെയ്താൽ എങ്ങനെയാണോ ഇതിങ്ങനെ, പിന്നെ ചിലർ നമ്മൾ പോലും അറിയാത്ത കഥകൾ അതിന്റെ ആക്ടിലുണ്ടാക്കും. അതിൽ പേരിങ്ങനെ മാറ്റിയതിന് വേറെ കാര്യമുണ്ട്. കേട്ടതിൽ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ എനിക്ക് എന്തോ വലിയ ഇഷ്യൂ ഉണ്ടായി. അപ്പൊ ആ ഇഷ്യൂ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പേര് മാറ്റിയത്. പേര് മാറ്റി എന്ന് വെച്ചാൽ ഞാൻ സോഷ്യൽ മീഡിയ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളാന്ന് ഓർത്തണം. ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്, എന്നിട്ട് ഞാൻ വേറെ ഇത് വന്നിട്ട് പേര് മാറ്റിയത്. പറയുന്നതിൽ ലോജിക്ക് പോലും ഇല്ല. അങ്ങനത്തെ ഉള്ള കഥകൾ കേട്ടു. അപ്പൊ നമ്മളെക്കാൾ ബുദ്ധിമുട്ട് മറ്റുള്ളവർക്കാണ്. നമ്മളൊരു സ്ട്രോങ് ഡിസിഷൻ. ഇപ്പൊ നാളെ എനിക്ക് പേര് മാറ്റിയത് അതിന്റെ ഫ്രീഡം ആണ്. നാളെ ഞാൻ മാറ്റുകയാണ്. നമുക്ക് പേഴ്സണലി ഇങ്ങനെ ഐഡന്റിറ്റി ക്രൈസിസ് തരേണ്ട കാര്യമില്ല. കാരണം എന്റെ ഒരു ഡിസിഷൻ ഞാൻ പുറത്തോട്ട് പറയുന്നത് നിങ്ങൾക്ക് വിളിക്കാൻ ഇഷ്ടമുണ്ടോ വിളിക്കുക, ഓക്കെ ഫൈൻ, എന്റെ ഫ്രീഡം ആണ്. എനിക്ക് അടുത്ത ജന്മം ഉണ്ടോ അറിയത്തില്ല, എനിക്ക് ഇനിയും വേറെ പേരിട്ട് കളിക്കാം.